ഈ കോലാഹലങ്ങൾക്കെല്ലാം ഇടയിലും പ്രതിപക്ഷ നേതാവ് ജനസേവനത്തിന് സമയം കണ്ടെത്തുന്നുണ്ട് കേട്ടോ. കോൺഗ്രസ് നേതാക്കളുടെ കൈകൾ കറപുരളാത്ത കൈകളാണ് എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഞാൻ ഇതുവഴി കടന്നു പോകുമ്പോൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ ആരംഭിച്ചു. നാളെ ഞാനും തിരുവനന്തപുരത്ത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ DCC സംഘടിപ്പിച്ചിട്ടുള്ളത് നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെയും കേരളത്തെ രക്ഷിക്കാനാണ് കേട്ടോ, അല്ലാതെ രാഷ്ട്രീയ പ്രചാരണത്തിനല്ല. കേരളം പനിച്ചു വിറയ്ക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആശുപത്രിയിലെത്തുന്നത്. ഇതിന്റെ കാരണം കൊതുവാണ്. മാലിന്യം കുന്നുകൂടുന്നതിന്റെ ഫലമായിട്ടാണ് കൊതുകുകൾ ഇന്ന് വ്യാപകമാകുന്നത്. അത് കൊതുകുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഒരു ആശങ്ക. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സംഘം അടിയന്തരമായി ഇവിടെ വന്ന് ഇത് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സംഘം വരുന്നതുവരെ പ്രതിപക്ഷ നേതാവ് ഇത് നിർത്തിവെക്കണം. അല്ലെങ്കിൽ കേന്ദ്ര സംഘം വന്ന് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കൊതുകുകളും ഉണ്ടാവില്ല, മ്യൂട്ടേഷനും ഉണ്ടാവില്ല. കൊതുവിന്റെ ശല്യം കാരണം H1N1, അതോടൊപ്പം തന്നെ നമ്മുടെ ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവ വ്യാപകമാവുകയാണ്. അപ്പം ഇതിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ്. കേരളത്തെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാലിന്യ സംസ്കരണം, അതിൽ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം. അത് വേണം, വേണ്ടതാണ്. CPM ഒക്കെ ഇത് ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് ചെയ്യാതെ രണ്ടു കൂട്ടരും തോളോട് തോൾ ചേർന്ന് നിന്ന് കേരളത്തെ കുളം തോണ്ടണമെന്നാണ് പൊളിമിക്സിന്റെ അഭിപ്രായം. എന്റെ മണ്ഡലത്തിൽ ഞാൻ ആദ്യം തുടങ്ങുകയാണ്. കേരളത്തിലെ എല്ലാ UDF MLA-മാരും പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഇതിനുവേണ്ടി രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തൽക്കാലം പനിക്കാലം കഴിയുവോളം ആരോഗ്യവകുപ്പ് പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചാലും മതി. ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പനി ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് സൗകര്യങ്ങളില്ല, മരുന്നില്ല, ഡോക്ടർമാരില്ല, ബെഡില്ല. അതുകൊണ്ട് ഇന്നലെ ഞാൻ ആവശ്യപ്പെട്ടു, ഈ മെഡിക്കൽ ക്യാമ്പുകൾ ഉണ്ടാക്കണം. കിടത്തി ചികിത്സിക്കാൻ കല്യാണ മണ്ഡപങ്ങളോ സ്കൂളുകളിലോ ഒക്കെ ആയിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങണം. സന്നദ്ധ സംഘടനകളെയൊക്കെ ഈ രംഗത്ത് കൊണ്ടുവരണം. IMA തുടങ്ങിയ ഡോക്ടർമാരുടെ സംഘം
അതിനെല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ എല്ലാം കൂടി ഏകോപിപ്പിച്ച് ആ മെഡിക്കൽ ക്യാമ്പുകൾ KPCCക്ക് അങ്ങ് നടത്തിയാൽ പോരെ? കഴിവില്ലാത്തൊരു സർക്കാരിനെ കാത്തു നിൽക്കാതെ KPCC ആ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.